ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ, അതുപോലെ തന്നെ ബൈനറി ടു ഒക്ടൽ രണ്ടും ഒറ്റ ക്ലാസ്സിൽ കൊണ്ട് തന്നെ പഠിക്കുകയാണ്. ഇവിടെ റിയൽ മെത്തേഡ് പ്രത്യേകമായിട്ട് പറയാനില്ല. റിയൽ മെത്തേഡും ഈസി മെത്തേഡും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നേ പറയാനുള്ളൂ. സോ എത്രത്തോളം എക്സാമ്പിളുകൾ നിങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം സ്പീഡപ്പ് ആവും. ഇത് ഒരുപോലെ തന്നെയാണ് കേട്ടോ ഏകദേശം. സോ നമ്മൾ ഇന്ന് രണ്ടും പഠിക്കുന്നുണ്ട്, ഒക്ടൽ ടു ബൈനറി അതുപോലെ തന്നെ ബൈനറി ടു ഒക്ടൽ. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് കുറച്ച് ഓപ്ഷൻസ് വർക്കൗട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ നമ്മൾ നോക്കുന്നത് ഒക്ടലിൽ നിന്നും ബൈനറിയിലേക്കുള്ള കൺവേർഷൻ ആണ്. അപ്പൊ ഇതിനു മുമ്പായിട്ട് ബൈനറിയുടെ ബേസ് എത്രയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം, ഒക്ടലിന്റെ ബേസ് എത്രയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം, രണ്ടിന്റെ പവറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് എക്സാമ്പിൾ ആണ് ഈ ഒരു 5 എണ്ണം നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നമുക്ക് കിട്ടിയിട്ടുള്ള സംഖ്യ 675 ആണ്. അപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയിട്ടുള്ള സംഖ്യ ആദ്യം എടുത്തെഴുതുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഓരോ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ് ബൈനറി കണ്ടുപിടിക്കുക. എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 5ന്റെ ബൈനറി കണ്ടുപിടിക്കണം, 7ന്റെ ബൈനറി കണ്ടുപിടിക്കണം, 6ന്റെ ബൈനറി കണ്ടുപിടിക്കണം. 5ന്റെ ബൈനറി എത്രയാണ്? നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ പഠിച്ചു. 5നെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുക? 5ന്റെ തൊട്ട് താഴെയുള്ളത് എത്രയാ? 2ന്റെ പവർ ഏതാ? 4 ആണ്. അപ്പൊ 4, 2, 1, 5 കിട്ടണമെങ്കിൽ ഇത് രണ്ടും 1 ആയിരിക്കണം അല്ലെ? അപ്പൊ 101 എന്നുള്ളതാണ് 5ന്റെ ബൈനറി. കറസ്പോണ്ടിങ് 7 നോക്കിയേ, 7 എങ്ങനെ കിട്ടും? 4, 2, 1 എന്ന് എഴുതുമ്പോൾ 7ന്റെ തൊട്ട് താഴെയുള്ള 2ന്റെ ബൈനറി എത്രയാണ്? അതും 4 തന്നെയാണ്. അപ്പോ 4 to 1 എഴുതുമ്പോൾ എത്ര കിട്ടും? ഏതൊക്കെ കൂടുമ്പോഴാണ്? 4, 3. അപ്പൊ ഇത് 3 വേണം അല്ലെ? അപ്പൊ 111 കിട്ടി. കറസ്പോണ്ടിങ് 6ന്റെ തൊട്ട് താഴെ വരുന്ന 2ന്റെ ബൈനറി ഹയസ്റ്റ് 4 തന്നെയാണ്. അപ്പൊ 4 to 1 അല്ലെ? അപ്പൊ നോക്കിയേ എത്ര കിട്ടും? 4ഉം 2ഉം വേണം, 110. അപ്പൊ നമുക്ക് 675ന്റെ കറസ്പോണ്ടിങ് ആണ് എന്തെന്ന് കിട്ടും? 110, 111, 101. ഈ കിട്ടിയേക്കുന്നതിനെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. മനസ്സിലായോ? കമ്പൈൻ ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് 5ന്റെ കറസ്പോണ്ടിങ് ബൈനറി ഇതുപോലെ കണ്ടുപിടിച്ചു. അപ്പൊ എത്ര? 101 എന്ന് കിട്ടി. 7ന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്മൾ ഓൾറെഡി പഠിച്ച മെത്തേഡ് അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പൊ എത്രയാണ്? 111 കിട്ടി. 6ന്റെ കറസ്പോണ്ടിങ് ചെയ്തു, എത്രയാണ്? 110 എന്ന് കിട്ടി. അപ്പൊ എന്ത് ചെയ്തു? ഇത് നേരെ അങ്ങ് കമ്പൈൻ ചെയ്തു എഴുതി. ഓക്കെ, അപ്പൊ അതാണ് 675ന്റെ എന്താണ് ഒക്ടൽ ഇക്വലന്റ്. 675 എന്ന് പറയുന്ന ഒക്ടൽ ഇക്വലന്റിന്റെ കറസ്പോണ്ടിങ് എന്തെന്ന് പറഞ്ഞേക്കുന്നേ? ബൈനറി. ക്ലിയർ അല്ലേ? ഓരോ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ് ബൈനറി കണ്ടിട്ട് എന്ത് ചെയ്യാണ് വേണ്ടത്? ഓരോ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ് ബൈനറി കണ്ടിട്ട് എന്ത് ചെയ്യാണ് വേണ്ടത്? കമ്പൈൻ ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി 123ന്റെ നോക്കാം. നമ്മള് 1, 2, 3 എന്ന് എഴുതി. ഓരോ ഡിജിറ്റിന്റെയും കാണണം. ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇട്ടാൽ മതി. ഇനി സ്പീഡപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഈ വരെയൊന്നും ഇടണ്ട കേട്ടോ. ഇനി 3ന്റെ തൊട്ട് താഴെ വരുന്ന 2ന്റെ ഹയസ്റ്റ് പവർ ഏതാ? 2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് 2, 1. അപ്പൊ 3 കിട്ടണമെങ്കിൽ 2, 1 കൂടെ വേണം. അപ്പൊ 1, 1. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എപ്പോഴും 3 ഡിജിറ്റ് ഫില്ല് ചെയ്തിരിക്കണം. 1, 2, 3, 1, 2, 3 3 ഡിജിറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു സംഖ്യേനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് കറസ്പോണ്ടിങ് ബൈനറിയിലേക്ക് മാറ്റുന്ന സമയത്ത് അതിനെന്തുണ്ടായിരിക്കണം? 3 ഡിജിറ്റ് കിട്ടണം. ഓക്കെ, അപ്പൊ ഒരു ഡിജിറ്റിന് നമ്മൾ ബൈനറിയിലേക്ക് 3 ഡിജിറ്റ് കിട്ടണം. അപ്പൊ ഇവിടെ എന്താണ്? 1, 1. അതായത് 4 to 1 ആണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാത്തിലും 4 to 1, 4 to 1 ഇട്ടിട്ടാണ് ചെയ്യുക. ഈ 4 to 1 ഏതിന്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്ന് നോക്കിയിട്ടാണ് എടുക്കുക. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ ഒക്ടലിന്റെ ബേസ് എത്രയാ? 8 ആണ്. അപ്പൊ 8ന് താഴെയുള്ളതേ വരാവൂ. ഇനി നോക്കിയേ, 1, 2, 4, 8. അപ്പൊ 8 വരത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് 4 to 1, 4 to 1 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒക്ടലിന്റെ ബേസ് 8 ആണ്. 8 നമുക്ക് വരാൻ പാടില്ല. നമുക്ക് 7 സംഖ്യ വരെയുള്ളൂ. 7 വരെയുള്ളൂ ഒക്ടലിൽ അല്ലെ? പഠിച്ചിട്ടുണ്ടല്ലോ ആദ്യം. അപ്പോ 1, 2, 4 നമുക്ക് വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 4 to 1, 4 to 1 ഇവിടുത്തെ ചെയ്യണത്. അപ്പൊ 4ന്റെ സ്ഥാനത്ത് എന്ത് എഴുതി കൊടുക്കണം? 0 എന്ന് എഴുതി കൊടുക്കണം. ഇനി 2 നോക്കിയേ, 2 എന്ന് പറയുന്നത് ഇത് മാത്രം മതി. അപ്പൊ ബാക്കി 2 എന്ത് ചെയ്ത് കൊടുക്കണം? 0 എന്ന് എഴുതി കൊടുക്കണം. ഇനി ഇവിടെ 1 ആണെങ്കിലോ ഇത് മാത്രം മതി അല്ലെ? ഇത് രണ്ടും 0 ആക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും?
001 010 011. ചിലപ്പം ആൻസർ നോക്കുക. ഇനി ഇവിടെ 0 നമ്മൾ അഡീഷണലി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നോക്കി വേണം ആൻസർ ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ലെഫ്റ്റിലോട്ട് വരുന്ന 0, അതായത് ഈ 1 കഴിഞ്ഞ് പിന്നെ ലെഫ്റ്റിലോട്ട് കിടക്കുന്ന അത്രയും 0 ആണെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനപ്പുറത്തോട്ടെല്ലാം 0 0 0 എന്നാണെങ്കിൽ ഇവിടം വരെയുള്ള 0 നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയും ഓപ്ഷനിൽ വരും. സോ അത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളുടെ ആൻസർ എന്താ കിട്ടുന്നേ? 0 0. പറഞ്ഞേ, ആൻസർ എന്താ കിട്ടിയത്? പറഞ്ഞേ. യെസ്, 0 0 1 0 1 0 0 1 1. മനസ്സിലായില്ലേ? ഇനി അതേപോലെ എന്ത് ചെയ്യണം? നമുക്ക് അടുത്തതിന്റെ കാണണം. നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാം. നോക്കിയേ, 1 2 3 1 2 3 1 2 3. ഇനി കറസ്പോണ്ടിങ് എത്ര വരണം? 1 2 4 1 2 4 1 2 4. ഇനി സംഖ്യ ഇട്ടേ. ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചേക്കുക ആദ്യം. എന്നിട്ട് നമ്മുടെ സംഖ്യ ഇട്ട് കൊടുക്കുക. നോക്കി, അടുത്ത സംഖ്യ ഏതാ? 126. അപ്പൊ 126. ഇനി നോക്കിയേ, 6ന്റെ കറസ്പോണ്ടിങ് ബൈനറി എടുത്ത് ഏതൊക്കെ സംഖ്യകൾ കൂട്ടുമ്പോഴേ 6 കിട്ടുന്നേ? 4 2. അപ്പൊ ഇത് രണ്ടും ഒന്നാക്കണം. ഇവിടെ 0. ഇനി 2 എപ്പോഴാ കിട്ടുന്നത്? ഇത് മാത്രം മതി. അപ്പൊ അത് 1 ആക്കി കൊടുക്കുക. ബാക്കിയുള്ളത് രണ്ടും എന്താക്കുക? 0 ആക്കുക. ഇനി 1 കിട്ടാൻ എഗെയിൻ ഇത് തന്നെ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 0 0 1 0 1 0 1 1 0. മനസ്സിലായോ? ഈ ലെഫ്റ്റിലേക്ക് എത്ര 0 വന്നാലും കൺസിഡർ ചെയ്യാതെയും ഇരിക്കാം. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇത് നോക്കിയേ. അടുത്തത് നോക്കിയേ, 574 5 7 4. തന്നെ ചെയ്ത് നോക്കിയേ. 4 ഇവിടെ. അപ്പൊ ഇത് മാത്രം മതി. ബാക്കിയെല്ലാം 0. 7 കിട്ടണമെങ്കിൽ 4ഉം 2ഉം 1ഉം കൂടെ കൂട്ടണം. അപ്പൊ ഇത് 3ഉം വേണം. ഇനി 5 കിട്ടണമെങ്കിൽ 4ഉം 1ഉം മതി. അപ്പൊ കിട്ടിയല്ലോ. എത്രയാണ്? 1 0 1 1 1 1 1 0 0. ഇത്രയാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ബൈനറി. അപ്പൊ അടുത്തത് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. എന്നിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ഈ കമന്റ് ചെയ്യാൻ പറയണത് നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലല്ലേ നമുക്കും പിന്നീട് ക്ലാസ് എടുക്കാനായിട്ടൊരു എനർജി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കമന്റ് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ ഭാഗങ്ങൾ പിന്നീടുള്ള വീഡിയോസിൽ പറയണമെങ്കിൽ അത് പറഞ്ഞു തരൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കാം, 362 ചെയ്യുമ്പം ഏതൊക്കെ സംഖ്യ കൂട്ടണം? 2 കിട്ടാൻ ഇത് മതി. അപ്പൊ ബാക്കിയെല്ലാം എന്താക്കി കൊടുക്കണം? 0 ആക്കി കൊടുക്കണം. 6 കിട്ടണമെങ്കിൽ 4 2ഉം ബാക്കി 0 ആക്കി കൊടുക്കുക. 3 കിട്ടണമെങ്കിൽ 2 1ഉം ബാക്കിയുള്ളത് 0 ആക്കി കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യണം? 0 1 1 1 1 0 0 1 0. ഇതാണ് കറസ്പോണ്ടിങ് 362ന്റെ ബൈനറി. ഇതിപ്പോ ഞാൻ 3 ഡിജിറ്റ് ആണ് തന്നത് അല്ലേ? ഇനി 4 ഡിജിറ്റ് തന്നാലോ? അപ്പോഴും ഇത് തന്നെ. ഫോർ എക്സാമ്പിൾ ഇത് ഇത്രയും ഓക്കെ അല്ലേ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇനി അടുത്ത എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു സംഖ്യകൾ പറയുകയാണ്. 2714 6512 3722 4201. ഇത്രയും ചെയ്യാം. എങ്ങനെ ചെയ്യും നോക്കിയേ. നമ്മള് എത്ര സംഖ്യ ഉണ്ടോ ഓരോ ഡിജിറ്റ് ആക്കി എടുക്കണം. അപ്പൊ ഇവിടെ 4 വരും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? 3 എണ്ണാണ് വേണ്ടത്. 1 2 3 1 2 3 1 2 3. ഇനി കറസ്പോണ്ടിങ് 1 2 4 1 2 4 1 2 4 1 2 4. ഇനി സംഖ്യ എഴുതിയേ. ഓരോ സംഖ്യ എഴുതിയേ. എളുപ്പാണ്. എത്രയാണ്? 2714. എത്ര കിട്ടും? 1 0 0 1 0 0 1 1 1 അല്ലേ? ഇതല്ലേ കിട്ടുക. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 2714 എന്ന് പറയുന്ന ഒക്ടൽ സംഖ്യയുടെ കറസ്പോണ്ടിങ് എന്ത് കിട്ടി? ബൈനറി കിട്ടി. അപ്പൊ ഇതുപോലെ തന്നെയാണ് അടുത്തത്. നോക്കിയേ, 6512 നോക്കാം. 6512 നോക്കിയേ. 6 5 2 1. നോക്കിയേ എത്ര കിട്ടും?
1 കിട്ടാൻ ഇത് മതി, അപ്പോൾ ബാക്കി 2 0. 2 കിട്ടാൻ ഇത് മതി, ബാക്കി 2 0. 5 കിട്ടണമെങ്കിൽ 4 1 വേണം, 2ന്റെ അവിടെ 0 ആക്കി കൊടുക്കുക. 6 കിട്ടണമെങ്കിൽ 4 2 വേണം, 1ന്റെ അവിടെ 0 ആക്കി കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടി? 1 1 0 1 0 1 0 1 0 0 0 1 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഒക്ടൽ ടു ബൈനറി ചെയ്യണ സമയത്ത് ഓരോ ഡിജിറ്റിനെയാണ് നമ്മൾ ബൈനറിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, എന്നിട്ട് കിട്ടേണ്ടത് നമുക്ക് 3 ഡിജിറ്റ് ഇവിടെ കിട്ടണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് 1 2 4 എന്ന് എഴുതി പഠിക്കുക. 1 2 4 1 2 4. എന്നിട്ട് സംഖ്യ ഇട്ട് കൊടുക്കുക. ഇവിടെ സംഖ്യ ഇപ്പോൾ 675 ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഏതൊക്കെ കൂട്ടുമ്പോഴാണ് വരിക എന്നുള്ളതിനനുസരിച്ച് എഴുതി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഒക്ടൽ ടു ബൈനറി മാത്രമാണ് പറയണത്. അടുത്ത ക്ലാസ്സിലാണ് ബൈനറി ടു ഡെസിമൽ ഉണ്ടാവുക. വീഡിയോ എടുത്ത് വന്നപ്പോൾ ലെങ്ത് കൂടിയതുകൊണ്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ നോക്കാം. 3712, 4020, 57, 237, 512, 643, 250. ഓക്കെ, 250, 197 വരത്തില്ല. എന്താ വേണ്ട? 197 എന്താ വരാത്ത? ഒക്ടലിൽ 8 ഇല്ല 9 ഇല്ല അല്ലേ? അപ്പൊ 197 വരത്തില്ല. പകരം നമുക്ക് 174 എടുക്കാം. പിന്നെ നമുക്ക് 123 ചെയ്തു, 125, 12, ഇത്രയും 1 2 3 4 5 6 7 8 9 10. ഈ 10 സംഖ്യകളൊന്ന് ചെയ്തു നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോ നോക്കുക, ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, തന്നിരിക്കുന്ന സംഖ്യേനെ ഓരോരോ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ് ബൈനറി ആക്കാണ്. ആ സമയത്ത് ഒരു 3 ഡിജിറ്റ് നമുക്ക് കിട്ടണം. 1 2 4 എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അതിന്റെ നേരെ എന്ത് ചെയ്യാണ്? റെസിപ്രോക്കൽ ആണ്, അല്ലെങ്കിൽ തല തിരിച്ച് ഉൾട്ടയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണേ. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സംഖ്യകൾ നമുക്ക് നോക്കാം. നോക്കിയേ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്ന സംഖ്യകൾ. നോക്കിയേ, 1 1 0 1 1. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ സംഖ്യേനെ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. ഇനി അടുത്തത് 3 ആളുള്ള ഗ്രൂപ്പ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് 3 എണ്ണം വരുന്ന ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ എന്തായി? 3 എണ്ണം ഉണ്ട്, അപ്പൊ ഇതൊരു ഗ്രൂപ്പ്. ഇനി ഇവിടെ 3 എണ്ണം ഇല്ല, അപ്പൊ നമുക്ക് 3 എണ്ണം ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇട്ട് കൊടുക്കേണ്ടത്? 0 ഇട്ട് കൊടുക്കണം. അപ്പൊ 0 ഇട്ടപ്പോ ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ എടുക്കണം. എങ്ങനെയാണ്? ഓക്കെ, 1 2 4 1 2 4. നോക്കിയേ, ഇതെത്രയാ? 1 2 3 ആണ്. ഇതെത്രയാണ്? 3 ആണ്. ക്ലിയർ? അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടിയത്? 33. ഇനി അടുത്തത് നോക്കുക, 1 0 1 1 1. അപ്പൊ 3 എണ്ണത്തിന്റെ സ്പ്ലിറ്റ് ഇവിടെ വന്നു. ഇവിടെ നമ്മൾ ഒരു അഡീഷണൽ 0 ഇട്ട് കൊടുത്തു. നോക്കിയേ, 1 2 4 1 2 4. നോക്കിയേ, 4 2 1 7 വരും. ഇവിടെ എന്താണ്? 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് വരും? 2 വരും. അപ്പൊ എത്ര കിട്ടി? 27. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇത് തന്നെയാണ് റിയൽ മെത്തേഡിലും ചെയ്യണത്. റിയൽ മെത്തേഡിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ മറ്റേ ആ 2ന്റെ പവർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു പോകണം. അപ്പൊ അത്രയും കൺഫ്യൂസ് ചെയ്യിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇത് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ ഒബ്ജക്റ്റീവ് എക്സാം അല്ലേ എഴുതാൻ പോണേ. അപ്പൊ അടുത്തത് നോക്കിയേ, 1 1 0 1 0 1 1. സ്പ്ലിറ്റ് പറഞ്ഞേ, എവിടെ വെച്ചാ സ്പ്ലിറ്റ് വരുന്നേ? 1 1 0. ഇവിടെ സ്പ്ലിറ്റ് വന്നു അല്ലേ? 1 0 1 ഒരു സ്പ്ലിറ്റ്. ഇനി നോക്കിയേ, 1 2 4 1 2 4. നോക്കിയേ, 4 2 1 3 4 1 5. അപ്പൊ എത്ര കിട്ടി? 53. ക്ലിയർ? ഇനി അടുത്തത് നോക്കുക. അടുത്ത എത്രയും നോക്കിയേ, 1 1 0 1 0 0. സ്പ്ലിറ്റ് ഇങ്ങനെയാണ് വരിക അല്ലേ? 1 2 4 1 2 4. നോക്കിയേ, ഇവിടെ 4, ഇവിടെ എത്ര വരും? 6. അപ്പൊ എത്ര കിട്ടി? 64. ഇനി അടുത്തത് നോക്കുക, 1 0 1 1 0 1. സ്പ്ലിറ്റ് വന്നോ? ഓക്കെ, 1 2 4 4 1 5. ഇവിടെ 1 2 4 എഴുതുമ്പോൾ 4 1 5. അപ്പൊ നമുക്ക് എത്രന്ന് കിട്ടും? 55 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ചെയ്യുക. ഈസി അല്ലേ? നമുക്ക് തന്നിട്ടുള്ള ഡിജിറ്റിനെ 3 ഡിജിറ്റ് വരുന്ന ഗ്രൂപ്പ് ആക്കുക.
അതിന്റെ കറസ്പോണ്ടിങ് 1, 2, 4 എടുത്തു കഴിഞ്ഞ് സമ്മപ്പ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എന്നാലാണ് പെർഫെക്റ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി മെത്തേഡ് എല്ലാം പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇത് കൃത്യമായിട്ട് ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്ക് ഡൗട്ട് വരും. കൃത്യമായിട്ട് പഠിക്കുന്ന ആളുകളല്ലാന്നുണ്ടെങ്കിൽ ഡൗട്ട് വരും. അതുകൊണ്ടാണ്. സോ നമുക്ക് നോക്കാം, കുറച്ച് എക്സാമ്പിൾ നോക്കാം. 1 എത്രയാണ്? ഇത്രയും മതി. ഇത്രയൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഇന്ന് നോക്കിയത് ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ ആണ്. അപ്പൊ ഈ നമ്പർ സിസ്റ്റത്തിന്റെ ക്ലാസ് ഇന്നത്തോടുകൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്പർ സിസ്റ്റത്തിന്റെ ഇൻട്രൊഡക്ഷൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഡെസിമൽ ടു ബൈനറി കണ്ടു, ബൈനറി ടു ഡെസിമൽ കണ്ടു, ഒക്ടൽ ടു ബൈനറി കണ്ടു. ഇത് ബൈനറി ടു ഒക്ടൽ ആണ്. ഇത്രയാണ് നിങ്ങളുടെ എക്സാമിൽ ചോദിക്കുന്നത്. അപ്പോൾ പഠിക്കുക കൃത്യമായിട്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, മറക്കരുത്. അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.